ഹായ്, സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് നാസിക് പൂന ദേശീയപാതയിലെ അഹമ്മദ് നഗർ എന്ന ജില്ലയിലെ ഖർഖാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ്. നാസിക്കിൽ നിന്ന് പുറപ്പെട്ട ഏകദേശം 105 കിലോമീറ്റർ അകലെയാണ് ആരും എത്തിപ്പെടാത്ത ഈ വനത്തിനുള്ളിലെ ഈ ഒരു കൊച്ചു സിറ്റി. പൂനെയിൽ നിന്ന് 105 കിലോമീറ്ററും നാസിക്കിൽ നിന്ന് 94 കിലോമീറ്ററിനും ഇടയിലുള്ള അഹമ്മദ് നഗർ എന്ന ജില്ലയുടെ പ്രത്യേകത. ഞങ്ങളിതിലെ വരാൻ കാരണം ഘോര വനമാണ്. കടുവയും പുലിയും എല്ലാമുള്ള ഭയങ്കരമായ ഒരു വനത്തിലൂടെയാണ് ഈ യാത്ര. രാത്രികാലങ്ങളിൽ പുലി ഇറങ്ങും. വഴി മുഴുവൻ ബോർഡ് വച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളത് കാണിച്ചിരുന്നു. മരത്തിൻ്റെ മുകളിൽ നിന്ന് പുലി പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളെ പുലി കടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് ഇവിടെ നിത്യസംഭവമാണ്. പുലികളുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഈ ഖർഖാവ് എന്ന് പറയുന്ന ഈ ഗ്രാമം. ചിലപ്പോൾ കരിമ്പുകൾക്കുള്ളിൽ വരെ പുലി ഉണ്ടാകും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു നാടാണ്. കുട്ടികളുടെ സ്കൂൾ രാവിലെ 7 മണി മുതൽ CBSE വരെ ഇവിടെ 7 മണി മുതൽ 10 മണി വരെയാണ് ഉള്ളത്. ഈ ഖർഖാവിലെ ഈ ഹോട്ടൽ മുറി, ഈ ഹോട്ടലിൻ്റെ പേരാണ് സമാധാൻ ഹോട്ടലിൻ്റെ അകത്ത് ഈ ഹോട്ടലിൻ്റെ മുതലാളി ഒരു കരിമ്പ് കച്ചവടക്കാരനും കരിമ്പ് കരിമ്പിൻ്റെ കൃഷിക്കാരനുമാണ്. ഈ നാട്ടിലെ വലിയൊരു മാലിക്കാണ് അദ്ദേഹം. നല്ല മനുഷ്യനാണ്. കഴിഞ്ഞ രാത്രി ഞങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ ഇവിടെ തന്നെ തങ്ങും കാരണം പോരുന്ന വഴിക്കെല്ലാം നമ്മുടെ നാട്ടിലെയും അതുപോലെ തന്നെ മറയൂരിലെയും തമിഴ്നാട്ടിലെയും പഞ്ചാബിലെയും കരിമ്പുകളെ അപേക്ഷിച്ച് ഇവിടുത്തെ കരിമ്പിന് 12 മാസത്തെ കാലാവധിയാണ് കരിമ്പ് വെട്ടാൻ. നമ്മുടെ നാട്ടിലെ കരിമ്പിൻ്റെ ഏകദേശം 3 ഇരട്ടി പൊക്കമുള്ള കരിമ്പാണ്. നമ്മുടെ നാട്ടിൽ ഓരോന്നിനും ഓരോ ബ്രീഡ് പറയുമല്ലോ, ഹൈബ്രിഡ്. അപ്പം അങ്ങനെ ഇത് എന്ത് കരിമ്പാണെന്ന് അന്വേഷിച്ചപ്പോഴാണ്, ഞങ്ങൾ റൂം അന്വേഷിച്ച് നടന്നപ്പോഴാണ് പറഞ്ഞത് ഇന്ന സ്ഥലത്ത് ഇന്ന സമാധാൻ എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്, അവിടെ പൊക്കോളൂ. അവിടെ ഒരു കരിമ്പ് കൃഷിക്കാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഹോട്ടലാണ്. നിങ്ങൾക്ക് വിശദമായി എല്ലാ കാര്യവും അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് മനോഹരമായ വെറും 800 രൂപ മാത്രം മുടക്കമുള്ള ഇന്നലെ ഒസയിലെ ആ മോശം ഹോട്ടലിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചിരുന്നു. എരി പോലും ചത്ത ചെയ്ത് നടക്കുന്നു. പക്ഷേ പൈസ കൊടുത്ത് 2000 രൂപ വാങ്ങി പോയി. ഇത്തരം കൊച്ചു ഗ്രാമത്തിൽ ഒരു മൊബൈൽ ടവർ പോലും മലയുടെ മുകളിൽ വച്ചിട്ടാണ് ഇവിടെ ഈ കറണ്ട് കിട്ടുന്നത്. ഇതുപോലും സോളാറിലാണ്. നോക്ക്, കണ്ടോ? ചിലപ്പോൾ തെളിയും, ചിലപ്പോൾ കെടും. ഒരു ടവറുമുണ്ട്, കറണ്ടുമില്ല, ഫുൾ സോളാറിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി പ്രദേശം കാണാം. ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ്റെ കരിമ്പ് കൃഷി, ഈ ഹോട്ടലിനോട് ചേർന്നുള്ള പശുക്കളുടെ കാലിത്തൊഴുത്തും, ഈ ഹോട്ടലിനോട് ചേർന്ന് ഇദ്ദേഹത്തിൻ്റെ തന്നെ ചോളവും, ഈ ഹോട്ടലിന് ചേർന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ആ റോഡ് സൈഡും ഫ്രണ്ടും എല്ലാം കണ്ട ശേഷം നമുക്ക് ഈ വ്യത്യസ്തത ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇതാണ് ഈ ഹോട്ടൽ മുറി. ഇത് കണ്ടില്ലേ? 2 പേർക്ക് സുഖമായിട്ട് തറയിൽ കിടക്കാം, 3 പേർക്ക് സുഖമായിട്ട് ബെഡിൽ കിടക്കാം. കണ്ടോ? AC ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, ഫാനുണ്ട്. ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് സോളാറിലാണെന്ന് മാത്രം. TV അല്പം ചെറുതാണ്, കണ്ടില്ലേ? എന്നാലും നമുക്ക് പരാതിയൊന്നുമില്ല. കാരണം അതൊക്കെ വർക്ക് ചെയ്യുന്നതാണ്, ചുമ്മാ വച്ചേക്കുമല്ല. ബാത്റൂം അത്യാവശ്യം ഒരു ഗ്രാമപ്രദേശത്തെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ മനോഹരമായ ബാത്റൂമുകളാണ്. ഇത് കണ്ടില്ലേ? ഇതാണ് ഹോട്ടലിൻ്റെ ഉള്ളിലത്തെ ഫെസിലിറ്റി. രസം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. നമുക്ക് ഈ ഹോട്ടലിൻ്റെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഇത് കണ്ടില്ലേ? എല്ലാ മുറികളും വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുകയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കിടക്കാം കേട്ടോ. ഇവിടെ വല്ലപ്പോഴും 5-6 ആൾക്കാരൊക്കെ വരുവുള്ളൂ. ഒരു ദിവസം 2 പേരെ കണ്ട വന്നോളൂ. 10-40 മുറിയുണ്ട്. കണ്ടില്ലേ? ഇതെല്ലാം മുറികളാണ്. ഇത് കണ്ടില്ലേ? ഇതൊക്കെ മുറികളാണ്. ഇത് കണ്ടില്ലേ? ചുമ്മാ അടക്കുകയാണ്. കണ്ട
ഇനിയാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ആ കരിമ്പ് കൃഷിയിലേക്ക് പോകുന്നത്. ഇതാണ് കൗണ്ടർ. മയൂർ, മയൂർ, കം പ്ലീസ് കം ആൻഡ് സ്പെൻഡ് വിത്ത് മീ. മയൂർ, मैं पहले बार बोलेगा उसका नाम क्या है? गन्ना है, गन्ना. ആ, കരിമ്പിന് ഇവിടെ പറഞ്ഞ ഗന്ന. കരിമ്പിന് ഇവിടെ പറഞ്ഞ ഗന്ന. നിങ്ങൾ നോക്കൂ ഈ കരിമ്പിൻ്റെ പൊക്കം. ഇത്രയും പൊക്കമുള്ള ഈ കരിമ്പ് മയൂർ ആ बोलेगा सादा गन्ना का बड़ा है. हाँ. उसको हाइट कितना है? इधर का उतना ऊपर है. हाँ. അതായത് ഈ തറയിൽ നിന്ന് ഈ മയൂരിൻ്റെ പൊക്കവും കഴിഞ്ഞ് അത്ര പൊക്കമുള്ള ഈ റൂഫിൻ്റെ പൊക്കത്തിൽ ഈ കരിമ്പ് വളരും. ഇതിപ്പോൾ 3 മാസം പ്രായമുള്ള ഒരു കരിമ്പാണ്. ഈ കരിമ്പിന് 7 മാസം 8 മാസത്തോടെ ഇനി വരുമ്പോഴത്തേക്കും ഈ കരിമ്പ് ഈ കമ്പിയിൽ മുട്ടുന്ന പൊക്കമാകും. അപ്പോൾ നോക്കിക്കേ താഴേക്ക് നിങ്ങൾ നോക്കാം. ആ വീടിൻ്റെ പകുതിയുള്ള കരിമ്പ് ഇത്രയും പൊക്കമാകും. ഇത് ഹൈബ്രിഡാണ്, പുതിയ ഇനമാണ്. മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ഇത്ര യാത്രകൾ ഇന്ത്യയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. വളരെ വെറൈറ്റിയാണ്. എന്തായാലും ഹോട്ടലിൻ്റെ മാനേജറായ മയൂരാണ് ഈ സത്യം ഞങ്ങളോട് പറഞ്ഞത്. മയൂരിൻ്റെ ബാപ്പയുടെ അച്ഛൻ്റെ ഹോട്ടലാണ്. മയൂരിൻ്റെ വീടിൻ്റെ പുറകിലൊരു കാലിത്തൊഴുത്ത് കണ്ടോ? മയൂരിൻ്റെ ഫാമിലിയിലെ ഒരംഗത്തിൻ്റെ മകൻ്റെയാണ്. ഇത് അപ്പുറത്ത് ചോളം നിൽക്കുന്നത് കണ്ടോ? ചോളം. ആളുകൾ ഓരോരോ കൃഷി കണ്ടോ? കൃഷികളുടെ ആ ഒരു ശക്തി കണ്ടോ? കിസാൻ കാ ശക്തി देखो. अच्छा एरिया है. होटल का नाम सावधान है. മയൂരിനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. मैं सब्सक्राइब करेगा मेरा चैनल. सब्सक्राइब करो साजिद पाइनएप्पल एंड ट्रैवल वीडियोस. അങ്ങകലെ മലയുടെ ഭാഗത്തു നിന്നുള്ള ആ കാഴ്ച, ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യം. നമ്മുടെ നാട്ടിൽ തെങ്ങ് കേരകർഷകർ എന്ന് പറഞ്ഞില്ലേ, ഇതുണ്ടല്ലേ തേങ്ങ ഉണ്ടാക്കണ കണ്ട. മഹാരാഷ്ട്രയിലൊക്കെ ഇപ്പോൾ തെങ്ങായി. അതും ഈ വനത്തിൻ്റെ നടുക്കുള്ള ഈ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ കാഴ്ച നോക്ക് നിങ്ങൾ. നാളികേരം ഇഷ്ടം പോലെ, മാവ് ഇഷ്ടം പോലെ, കരിമ്പ് ഇഷ്ടം പോലെ ഉണ്ടോ? മാവൊക്കെ നിൽക്കണുണ്ടോ? ഇനിയാണ് കാഴ്ച. ഇതുണ്ടോ മലമ്പ്രദേശങ്ങൾ കണ്ടോ? പമ്പ്, നമ്മുടെ നാട്ടിലെ പോലത്തെ കള്ളി എത്തണ പന, ദാരു. ഇവിടെ ദാരു മില്ലേകാനായി. ദാരു അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല, കള്ളുണ്ടാവില്ല. നമ്മൾ വന്ന് കിടക്കുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ സ്റ്റെപ്പുകളും ആ ഇടനാഴിയും നമ്മുടെ വണ്ടി കിടക്കുന്നതെല്ലാം കാണിച്ചു തരാം. ഇതിങ്ങനെ സ്പ്രിംഗ്ലെയർ, ചുമ്മാ ഊപ്പ ആൾക്കാരൊന്നുമല്ല. കണ്ടോ പറമ്പിൽ സ്പ്രിംഗ്ലെയർ വെച്ച് നനയ്ക്കണുണ്ടോ? ഉണ്ടോ? ഇവരുടെ ഭാവമാണ് ഈ കാണുന്നത്. ഏതാണ്ട് ഒരു 6 ഏക്കറിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു പ്രദേശത്തെ ഇവരുടെ കൃഷിയാണ് കാണുന്നത്. സൂര്യകാന്തി നിൽക്കണ കണ്ടോ? നമ്മുടെ എണ്ണ ഉണ്ടാക്കുന്ന സൂര്യകാന്തി. ഇതെല്ലാം ഈ ഹോട്ടലിൻ്റെ ഈ പ്രദേശത്ത് ഇവരുടെ ഈ മുതലാളിയുടെ കൺട്രോളിൽ വരുന്നതാണ്. മയൂരിൻ്റെ ആ ഒരു നല്ല സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും മയൂരിൻ്റെ ഫാമിലിയിലെ ആളുകളുടെ ആ കാലിത്തൊഴുത്തും കണ്ടോ? ശരിക്കും കാണിച്ചു തരാം. ഇത് കണ്ടോ? ചോളം നിൽക്കുന്നുണ്ടോ? ചോളം. ഇവരെത്ര കൃത്യമായിട്ടാണ് കൃഷിയെ സ്നേഹിക്കുന്നത് കണ്ടോ? ഇവരുടെ ബിസിനസ്സിൻ്റെ ലാഭമൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ലക്ഷങ്ങളല്ല, കോടികളാണ്. ഇതുണ്ടോ? കൗണ്ടറുണ്ടോ? CCTV ഇരിക്കുന്നുണ്ടോ? CCTV. ഈ ഹോട്ടലിലെ നമ്മുടെ നാട്ടിൽ ഇത് കുഗ്രാമമായിട്ട് പോലും എൻ്റെ കാറാണ് ഈ ഹോട്ടലിന് മുമ്പിൽ കിടക്കുന്നത്. നമ്മുടെ ചലനം പോലും അറിയാം. എല്ലാം കൊണ്ടും ഷിർദി സായി ഭക്തരാണ് ഇവിടെയുള്ള ആളുകൾ മുഴുവൻ. ഷിർദി സായിയുടെയാണ് ശിവജി, ഷിർദി സായി, അങ്ങനെയുള്ളവരൊക്കെയാണ് ഇവിടുത്തെ ദൈവങ്ങൾ. അത് ഓരോ സംസ്ഥാനത്തെയും ഓരോ ഇതാണ്. ഇതാണ് മയൂർ. മയൂരിൻ്റെ കൺട്രോളിലാണ് ഇതെല്ലാം പോകുന്നത്. ഇനി നമുക്ക് ഹോട്ടലിൻ്റെ മുൻഭാഗത്തേക്കൊന്ന് പോകാം. ഇനി നമ്മൾ ഹോട്ടലിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞ കരിമ്പ് ഒന്നോടെ നിങ്ങളെ കാണിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇല്ല ഇങ്ങനത്തെ കരിമ്പ്. 2.5 ആളി പൊക്കത്തിൽ വരും ഇതിൻ്റെ കരിമ്പിൻ്റെ മധുരമുള്ള ഭാഗം. ഇല 1 ആളി പൊക്കത്തിൽ വരും. ഇത് 2.5 മാസം പൊക്കമുള്ളതാണെന്നാൽ ആര് വിശ്വസിക്കും? വെറും 2.5 മാസം. ഇനി ഇതിന് കാലാവധി 8 മാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഈ കരിമ്പ് ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ ഇതിൻ്റെ മുകളിൽ മുട്ടുമെന്ന് ഇവർ പറയുന്നു. അത് പത്ത എന്ന് പറയുന്ന ഇതിൻ്റെ ഇല. പത്തയാണ് ഇതിൻ്റെ ഇലയുടെ പേര് ഇവർ പറയുന്നത്. ഖന്ന എന്നാണ് ഇത് കരിമ്പിനിവിടെ ഹിന്ദിയിൽ മറാത്തികൾ പറയുന്നത്. ഖന്ന. നമ്മളിതിനെ കരിമ്പെന്ന് പറയും. ഇതിൻ്റെ പൊക്കം തുടങ്ങിയിട്ടേ ഉള്ളൂ, വെച്ചിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഈ പ്രദേശം മുഴുവൻ മറച്ചു. ഇനി ഇതേ കാണുന്ന ഈ കമ്പിയുടെ അങ്ങ് മുകളിൽ ഇതിൻ്റെ പൊക്കം വരും എന്ന് പറയുമ്പോൾ ഇത് തെങ്ങിൻ്റെ പൊക്കം വരും ഈ കരിമ്പിന് പൊക്കം. ഇതിൻ്റെ പത്ത വെട്ടിക്കഴിഞ്ഞാൽ, തല വെട്ടിക്കഴിഞ്ഞാൽ പോലും 2.5 ആളി പൊക്കം വരും എന്നാണ്
അദ്ദേഹം പറയുന്നത്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് അങ്ങേറ്റത്ത് സവാള നിൽക്കുന്നത് കണ്ടോ, സവാള കണ്ടോ. ഇതൊരു പ്രത്യേക ഏരിയയാണ്. ഈ ഹോട്ടൽ ഉടമസ്ഥൻ്റെ ആണ് ഈ പ്രദേശം മുഴുവൻ. വലിയൊരു മാലിക്കാണ്. അദ്ദേഹത്തിന് വയസ്സായി പല്ലൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കളാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിലെ സെയിം പന പോലെ തന്നെ ഉള്ള ഒരു പനയാണ്. ഇതിന് പൊക്കമൊന്നുമില്ല കേട്ടോ. ഒരു 4 ആളി പൊക്കമുള്ള പനയിൽ പനങ്കൊല ഉണ്ടായി, പക്ഷെ കള്ള് കിട്ടില്ല. പനങ്കൊലയ്ക്ക് കള്ളില്ല. ഇത് കണ്ടില്ലേ, ഇതൊരു പ്രത്യേക തരം പനങ്കൊലയാണ്. दारू मिलेगा नहीं है हमारा गांव में उसको दारू मिलेगा. ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ്റെ മകനാണ്. നാം ക്യാ ഹെ? നൗമത്ത് എന്നാണ് പുള്ളിയുടെ പേര്. കൊച്ചുണ്ടോ? രാവിലെ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ചായ കൊണ്ടു തന്നത് ഇതിൻ്റെ ചേച്ചിയാണ്. ഞങ്ങൾക്ക് ചായ മുറിയിൽ കൊണ്ടു തന്നത്. ഷെയ്ക്കാൻ്റെ കൂടെ ഷെയ്ക്കാൻ നൗമത്തിൻ്റെ ഹോട്ടലാണിത്. എന്തായാലും വളരെ മനോഹരമായി. ഇതാണ് നമ്മുടെ ഉടമസ്ഥൻ, മാലിക്. ചലേഗ ഹോട്ടലിൻ്റെ ഉടമയുടെ മുഖം നിങ്ങൾക്ക് ശരിക്കും കാണാം. നല്ല പ്രായമുള്ള 2-3 മക്കളുള്ള നൗമത്തിൻ്റെ ബാപ്പയാണ് ഇരിക്കുന്നത്. എന്തായാലും ഹം ചലേഗ. ഓക്കെ, आपका होटल का पूरा वीडियो मैं ചാനൽ में अपलोड करेगा. ഓക്കെ, ഇതുണ്ടോ, നിസ്സാര ആൾക്കാരൊന്നുമില്ല. ഇതും ഷിർദ് സായി ഭക്തരാണ്. ഹോട്ടലിൻ്റെ ഉൾഭാഗം കാണും, കണ്ടോ. ഉള്ളിലെ പ്രദേശം നല്ല മനോഹരവും വൃത്തിയുമായ ആരാ ഇതിനിടയ്ക്ക് നമുക്കൊരു മലയാളി ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഇവിടെ എത്ര വർഷം വന്നിട്ട്? 45 വർഷമായിട്ട് ഇവിടെയാണോ? ആ നാട്ടിൽ നിന്ന് വന്നതിന്റെ സന്തോഷം സുഖവും ഇവിടെ കിട്ടണില്ലേ? ഞാൻ സത്യസന്ധമായി ചോദിക്കുവാണ്. ഇവിടെ നമ്മളെ ആരും ദ്രോഹിക്കാനോ ഒരു പേര് പറഞ്ഞില്ല. എന്റെ പേര് ജോണിക്ക് ഇവിടെ എന്നെ ബിസിനസ് വല്ലതും ടയർ കട എവിടെയത്? എങ്ങനെയുണ്ട്, മെച്ചാണോ? ഫാമിലിയൊക്കെ എന്തായാലും അതൊരു അത്ഭുതമായി പോയി. രാവിലെ ഞാൻ ഈ ഹോട്ടലും പരിസരത്തിൽ 45 കൊല്ലം അവിടുന്ന് പോരാൻ കാരണം അങ്ങനെ പണ്ട് കാലം 45 വർഷത്തിന്റെ പുറകിൽ ആലോചിച്ച് നോക്കി. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ ആ പടം ഉള്ളത് കപ്പയും അത് കശുമാവൊക്കെയാണല്ലോ ആ കാലം. നമുക്ക് വരുന്നത് ജയന്തി വണ്ടി മാത്രമേ ഉള്ളൂ. അന്ന് 60 രൂപ ടിക്കറ്റാണ്. ഇതൊരു അത്ഭുതമായി പോയല്ലോ. നമ്മൾ വന്ന് വീഡിയോ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ എടുത്തോണ്ട് പോകുമ്പോൾ നിങ്ങൾ മിണ്ടിയില്ലല്ലോ. നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഹോട്ടലിലെ ഉടമസ്ഥനാട്ടോ നിൽക്കണേ ഉണ്ടോ? എന്നിട്ട് അപ്പോൾ 65 രൂപ ടിക്കറ്റിലാണ് നമ്മൾ ആദ്യം വരുന്നത്. അപ്പം ഇപ്പോഴത്തെ ടിക്കറ്റ് 10 വരെയായി. അത് കഴിഞ്ഞ് ഞാൻ 98 എൻ്റെ കല്യാണം കല്യാണം കഴിക്കുമ്പോൾ ഫാമിലി ബോംബെ ജോലിക്കാരെത്തിയാ. അന്ന് ഈ കമ്പ്യൂട്ടറിംഗ് കിട്ടുന്നില്ല. അന്ന് ടൈപ്പിസ്റ്റ് ആയിരുന്നു. ടൈപ്പിസ്റ്റ് ഒക്കെ നമ്മൾ കല്യാണം കഴിച്ചു, സുഖമായിട്ട് നടക്കുന്നു. മകന് ഇപ്പോൾ 24 വയസ്സായി. പിന്നെ ബോംബെയിലെ ഹൈറോളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഹൈറോളിയിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ ജോണി ചേട്ടന് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 60 വയസ്സ്. ഹലോ, അപ്പോൾ ജോണി ചേട്ടൻ 45, അതായത് 15 വയസ്സിൽ കേരളത്തിൽ നിന്ന് കോട്ടയത്ത് നിന്ന് വന്നതാണ്. ഓ 15 साल में इधर आएगा. अभी 44 वर्ष आएगा, 44 years आएगा. 45 വർഷമായിന്ന്. എന്തായാലും രണ്ടുപേരെയും ഒരേ ഫ്രെയിമിൽ തന്നെ കൊണ്ട് പുള്ളിക്ക് ടയർ കടയാണ്. ഇവിടെ 1500 രൂപ 2000 രൂപ സെന്റിന് വില ഉള്ളായിരുന്നു. ആ സമയത്ത് നമ്മൾ വാങ്ങിച്ചില്ല. നമ്മൾ നാട്ടിൽ പോയില്ല. 5 വർഷം കഴിഞ്ഞാൽ നാട്ടിൽ പോകും. അങ്ങനെയുള്ള ഇത് വെച്ചിരുന്നു. പിന്നെ സ്ഥലം വാങ്ങിക്കുന്ന 10 ലക്ഷം രൂപ ആയപ്പോഴാണ് സ്ഥലം വാങ്ങിക്കാൻ തോന്നുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്ഥലം വേണം, വീടായി, വീട് വേണം, അത് വേണം, കട റൂമുകൾ വേണം, ഇതൊക്കെ പിന്നെ ഇപ്പോഴാണ് വാങ്ങിക്കാൻ തോന്നുന്നത്. പിന്നെ പിള്ളേരെ ഇപ്പം എത്ര സെൻറ്റ് സ്ഥലം ഉണ്ട് ഇവിടെ മേടിച്ചിട്ടുണ്ട് ഏകദേശം? ഇവിടെ 1 കോടിയുടെ അടുത്ത സ്ഥലങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. 1 കോടിയുടെ അടുത്ത് സ്ഥലമുണ്ട്. സ്ഥലവും കടകളുമായിട്ട് എല്ലാ കട ഇത് കൂടാതെ കടകളും ഉണ്ട്. 2-3 കടകളുണ്ട്. എന്തായാലും മലയാളിയുടെ കണ്ടതിൽ സന്തോഷം. കോട്ടയംകാരനാണ്, ജോണി ചേട്ടനാണ്. ജോണി ചേട്ടൻ 60 വയസ്സുണ്ട്. 15 വയസ്സിൽ ഇവിടെ വന്നതാണ്. ഈ ജില്ലയുടെ പേരെന്താ? ഇത് ഗർഗാവ്, ആനന്ദ് നഗർ ജില്ല. അനന്ത് നഗർ ജില്ല, അഹമ്മദ് നഗർ ജില്ലയിലെ ഖർഗാവ്.
എന്തായാലും നമുക്ക് ഇനി ഒന്നോടെ ഈ പരിസരം ഒന്ന് കാണാം. ഒരു മലയുടെ മുകളിലുണ്ടോ ഈ ഹോട്ടലിരിക്കുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്തൊരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ ഒരു കുഞ്ഞ് ടവറാണ്. ഇവിടെ എല്ലാം കുഞ്ഞു ടവറുകളാണ്, കണ്ടോ, ചെറിയ ടവർ. അത് എന്തായാലും ഇവരുടെ 2-3 മക്കളുടെയാണ് ഈ കാണുന്ന കൊച്ചു ചായക്കട. ഇത് ഉടമസ്ഥനായ ഇദ്ദേഹത്തിൻ്റെയാണ് ഈ സമാധാനം എന്ന് പറയുന്ന ഹോട്ടൽ വളരെ ബ്യൂട്ടിഫുള്ളായ ഹോട്ടലാണ്. എന്തായാലും ടൂർ വരുന്ന ഹമാര മലയാളി ആദ്മി പൂര ഏ ഹോട്ടൽ ഗൂഗിൾ മേ സെറ്റ് കരോ. ഗൂഗിളിൽ എല്ലാവരും ഇത് വയ്ക്കണം, എല്ലാവരും കാണാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ മകനാണ്, അത് ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും കള്ള് കിട്ടില്ല കേട്ടോ, കുഞ്ഞിപ്പന എത്ര എണ്ണം നോക്കി നിലത്തേക്ക് മുട്ടി നിൽക്കുക കേട്ടോ. അത് വളരെ മനോഹരമായൊരു വീഡിയോ ഇന്നിവിടെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞു. ആ വീഡിയോ എടുക്കുന്ന വളരെ വ്യത്യസ്തമായ, ഇവിടെ എങ്ങനെ രാത്രി ഈ ദീപങ്ങളുടെ ഇടയിൽ ഇത് മുഴുവൻ ബൾബുകളാണ്, കണ്ടോ. ആരും വന്ന രാത്രി സുഖമായിട്ട് ഇവിടെ നിന്ന് പോകും. ഇത് കണ്ടില്ലേ, പനങ്കൊല നിലത്ത് മുട്ടി നിൽക്കുക. കള്ള് കിട്ടില്ല. നമ്മുടെ നാട്ടിലെ പനയിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ സഹോദരങ്ങളെ? നോക്കി, അത് മണ്ണിൻ്റെ വ്യത്യസ്തതയാണ്. കണ്ടില്ല, മലയാളിയായ ആ ജോണിച്ചേട്ടനെ കണ്ട സന്തോഷം ഒന്ന് വേറെ തന്നെ. ഇത് കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ ഒരു മകൻ്റെ ഹോട്ടൽ. ഇന്നലെ ഇതിലൊരുത്തനെ പിടിച്ചാണ് ഞങ്ങൾക്ക് കറി വെച്ച് തന്നത്. 350 രൂപയ്ക്കാണ് ആ കറി ഞങ്ങൾക്ക് കിട്ടിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഫുൾ കോഴി വെച്ച് കറി ഞങ്ങൾക്ക് തന്നു. നല്ലൊരു രാത്രിയായിരുന്നു ഞങ്ങൾക്കിവിടെ കിട്ടിയത്. ഇനി നമുക്ക് റോഡിൻ്റെ സൈഡിലേക്ക് പോകാം. നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇതിൻ്റെ അകത്ത്. ഇത് കണ്ടോ, ഇതൊരു ബാറാണ്. കണ്ടെത്തുന്നോ, ഷീറ്റ് ചാരി വെച്ചിരിക്കുന്ന ഒരു ബാറാണ്. ബാറും ഭക്ഷണശാലയാണ്. ഇതെല്ലാം ഇവരുടെയാണ്. ഇവിടെ ബാറിൻ്റെ ബോർഡ് വെച്ചാലുണ്ടോ, ഇത് കണ്ടോ, ബാർ. അപ്പുറയും ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു 6 വരി പാതയാണ്. ഇതൊരു വരി, അത് 2 വരി, അപ്പുറം 2 വരി, അങ്ങേറ്റത്ത് 2 വരി. അപ്പോൾ 2-6 വരി പാത ഈ വനത്തിനുള്ളിലും ഇന്ത്യ ഗവൺമെൻറ് കൃത്യമായി ഈ പ്രദേശമൊക്കെ ഹൈടെക്കാക്കി മാറ്റി. ഹൈടെക്. എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച ഇന്ന് സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ ജില്ലയുടെ പേരാണ് അഹമ്മദ് നഗർ. ഈ അഹമ്മദ് നഗർ, ഖർഖാവ് എന്ന് പറയുന്ന അഹമ്മദ് നഗറിലെ ഈ ജില്ലയിലെ ഖർഖാവ് എന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ചുറ്റും മലകളാൽ അലങ്കരിക്കപ്പെട്ട ഈ പ്രദേശത്തോടെ കടന്നു വരുന്ന എല്ലാവർക്കും ഈ ഹോട്ടൽ എന്തുകൊണ്ടും നല്ലൊരു അനുഭവമായിരിക്കും. സമാധാൻ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇതങ്ങോട്ട് നോക്കൂ, സമാധാൻ ലോഡ്ജിങ്. കണ്ടോ, എല്ലാവിധ അറേഞ്ച്മെൻറ്റുകളും ഉള്ള ഒരു ഹോട്ടലിൽ. കരിമ്പ് വേണമെങ്കിൽ രാത്രി കരിമ്പും ജ്യൂസ് കുടിക്കാം. എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ഇവിടെ നിന്ന് കള്ള് കുടിക്കാം, പെട്രോൾ അടിക്കാം, കോഴിക്കറി കഴിക്കാം, അപ്പുറത്ത് നമുക്ക് ബ്രാൻഡി കുടിക്കാം, ആ ഹോട്ടലിൻ്റെ അകത്ത് ഭക്ഷണം കഴിക്കാം. കോഴിക്കറി അവിടെയാണ് കിട്ടുന്നത്. ഇവിടെ വന്ന് ചായയും സ്നാക്സൊക്കെ കഴിക്കാം. എന്തായാലും ഇതുപോലെ ഒരു പ്രദേശത്ത് ഒരു രാത്രി തങ്ങിയാലൊന്നും പോരാ. ഒത്തിരി കാഴ്ചകളുണ്ട് ഇവിടെ. ആ കാഴ്ചകളെല്ലാം നമുക്ക് കാണാനുള്ള അവസരമില്ല. എന്തായാലും നല്ലൊരു കാഴ്ച കിട്ടിയ സന്തോഷത്തിൽ കഴിഞ്ഞ 16 മണിക്കൂർ ഞങ്ങളിവിടെ, സാധാരണ അത്ര തങ്ങാറില്ല, 16 മണിക്കൂർ ഒസയിലെ ആ മോശം ഹോട്ടലിൻ്റെ ആ ഒരു ഓർമ്മയിൽ നിന്ന് ഞങ്ങൾക്കൊരു മുക്തി നൽകുന്ന ഒരു കാഴ്ച ഇവിടെ കിട്ടി. രാത്രി കാലത്താണ് വരേണ്ടത്. ഒരു 6 മണി തൊട്ട് രാത്രി നിറച്ച ആൾക്കാരും ബഹളവുമാണ്. ഇതുകൊണ്ടില്ലേ, പുള്ളിയുടെ പറമ്പിൽ നിന്ന് ചോളം കയറ്റാൻ വണ്ടി എന്നങ്ങനെ ഉണ്ടോ ഈ ഉടമസ്ഥൻ്റെ. എന്തായാലും നല്ലൊരു അനുഭവം നമുക്ക് ഇവിടെ നൽകി. എന്തായാലും ജോണിച്ചേട്ടനിൽ നിന്ന് അവസാനിക്കാം. മലയാളി ഒരു യൂട്യൂബിൻ്റെ ഒരാളുണ്ട്, പിന്നെ ഒരു ചേച്ചിയുണ്ട്, ഒരു ചേട്ടനുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാം, ഒന്ന് സംസാരിച്ചൊന്ന് ബന്ധപ്പെട്ടു നമുക്കതിന്. അതുകൊണ്ട് യൂട്യൂബിൻ്റെ ഒരു ആളാണ്. എറണാകുളം, കോട്ടയം, ഖർഖാവ് എല്ലാം ഇവിടെ സംഗമിക്കുകയാണ്. നമ്മൾക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും മടങ്ങി വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം. ഗുഡ് ബൈ. നല്ലൊരു ദിനം ആശംസിച്ചുകൊള്ളുന്നു. ബൈ.